ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ യോഹാനൊരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. മൈക്രോമാക്സ് എൻ്റർപ്രൈസസ് എന്നാണ് ഈ ഒരു കടയുടെ പേര്. കട എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന വണ്ടികളാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇവർ വർക്ക്ഷോപ്പും ഉണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ഷോപ്പ് പോലെ വെച്ചേക്കുന്നത്. അപ്പോൾ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണേക്കാളും ഒരു എമൗണ്ട് കുറവാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാം. ഒരുപാട് വണ്ടികളുണ്ട്. നമ്മുടെ വലിയ വണ്ടികളുടെ മിനി വേഷൻ കുറേ വണ്ടികളുണ്ട്. ഇങ്ങനത്തെ കാറുകൾ, പിന്നെ ഈ പറഞ്ഞോണം ട്രക്കിങ്ങിന് യൂസ് ചെയ്യണ പോലത്തെ ചെറിയ വണ്ടികൾ, പിന്നെ ഇത് ഇങ്ങനത്തെ വണ്ടി, പിന്നെ നമ്മുടെ JCB, പിന്നെ കുട്ടികൾ ഓടിക്കണ ഇങ്ങനത്തെ സൈസ് കാറ്, പിന്നെ ബൈക്ക്, സ്കൂട്ടർ, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കൺഫ്യൂഷനാവും ഏതെടുക്കണം. അത് തന്നെയായിരുന്നു നമ്മുടെ പിള്ളേരുടെ കൺഫ്യൂഷനും. വന്നപ്പോൾ മുതൽ എല്ലാ വണ്ടികളുമേ അവർ കയറിയിട്ടുണ്ട്. A to Z അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം വണ്ടികളൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ യോഹാനും ഇങ്ങനെ വണ്ടികൾ നോക്കുകയാണ്, ഏതൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ പറയുക, പിടുത്തം കിട്ടില്ല കയറിയിരിക്കുമ്പോൾ. പിന്നെ അവർക്ക് അതിൻ്റെ ഒരു പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ സുഖമായിട്ട് ഓടിക്കുന്നുണ്ട്. JCB ആളുടെ ഒരു ഇഷ്ട വണ്ടിയാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ആൾ അതിൻ്റേതായ കളികൾ. ഈ വണ്ടി ഈ ഒരു ഗുണം എന്ന് നമുക്ക് എല്ലാ വണ്ടിയും ഓടിച്ച് നോക്കണേന് അവരൊരു റെസ്ട്രിക്ഷനും കൊടുത്തിട്ടില്ല. ഏത് വണ്ടി ഓടിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല, അവർ അതിനെ അനുവദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നിലാമൂനും ഈ പറഞ്ഞോണം വണ്ടികൾ കുറേ ഇഷ്ടപ്പെട്ടിട്ട് അവൾ മാറി കളറ് മാറ്റി എടുത്ത് ഓടിക്കുന്നുണ്ടായിരുന്നു. ലൂതറിന് ഇത്തിരി വയ്യാകി ഉള്ളതുകൊണ്ട് അവൻ അങ്ങനെ ഉഷാറൊന്നും ആയിരുന്നില്ല. എന്നാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലും ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേട്ടൻ്റെ മോള് ഭയങ്കര സെറ്റാണ്. അപ്പോൾ അവർ ഈ വണ്ടിയിൽ കയറിയിരുന്ന് ചേട്ടൻ റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെയും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇത്തിരി കൂടി വലിപ്പമുള്ളത് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾ എടുത്തേനെ. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സൈസേ ഉള്ളൂ. അപ്പോൾ അധികം കാലം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെ ചെറിയൊരു ബുള്ളറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതും യോഹാന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനും അത് ഓടിച്ചു നോക്കി. നമുക്ക് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അവർ ഈ ഒരു വണ്ടിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. നമ്മളെല്ലാം കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാട്ടോ ഇത് സെലക്ട് ചെയ്തത്. പിന്നെ നിലാമൂന് ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്തായിരുന്നു. ലൂതർ ഈ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ യോഹാന് ബുള്ളറ്റ് ഓടിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ ലാസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നടക്കാൻ, ആ ബില്ല് ചെയ്യണ ടൈം കൊണ്ട് അവൻ ഓടിക്കണതാട്ടോ ഇത്. അപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോക്കാനൊക്കെ ഇത്ര ദൂരെയൊക്കെ പോണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോണ വഴി ഫുഡ് കഴിക്കാനായിട്ട് കയറിയായിരുന്നു. ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ ഞങ്ങളിങ്ങനെ ഇൻസ്റ്റയിൽ വഴിയാട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലതാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.